ിന്റെ പുതിയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തയ്യാറെടുക്കുന്ന നേതാവ് പറയുന്നത് തുർക്കിയുടെ സഹായം സ്വീകരിക്കുന്ന എല്ലാ ഇസ്ലാമിക പള്ളികളും അടച്ചുപൂട്ടുമെന്നാണ്. ഹോളണ്ടിന്റെ രാജ്യ അതിർത്തി മുസ്ലിങ്ങൾക്ക് വേണ്ടി തുറക്കില്ല എന്ന്. കാരണം എന്താ? ഇവരേത് രാജ്യത്ത് പോയാലും ശരി അവിടെ എല്ലാം കുളം തോണ്ടുവാണ്, കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുവാണ്. സ്വീഡനിലും ഈയിടെയായി ക്രിസ്ത്യാനികള് ഖുർആൻ പരസ്യമായി കത്തിക്കുന്ന ഒരു രീതി സ്വീകരിച്ചു. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ സ്ഥിരമായി ചില വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളത് കേൾക്കുന്നു, അറിയുന്നു, മനസ്സിലാക്കുന്നു. ലോക സമാധാനം ഇക്കൂട്ടർ എവിടെയൊക്കെ കാലുകുത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ ഇവർ തകർത്തുകൊണ്ടിരിക്കുക. മതത്തിന്റെ പേരിൽ ഭിന്നിച്ചു പോയ ഒരു രാജ്യമാണല്ലോ പാകിസ്ഥാൻ. എന്താ പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളുടെ ഇന്നത്തെ അവസ്ഥ? ഹിന്ദു ന്യൂനപക്ഷമായാൽ ഇന്ത്യയിലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇസ്ലാമിക രാഷ്ട്രീയത്തോട് പൊരുത്തപ്പെടാനേ കഴിയൂ. പക്ഷേ ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് സമ്പൂർണ്ണ യുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ച ഇടതുപക്ഷ കൂലി പ്രാസംഗികരൊക്കെ ഇവിടെ പോയി. രാത്രികാലങ്ങളില് ഒരു കൂട്ടം മുസ്ലിങ്ങൾ വീടുകളിൽ ഇരച്ചു കയറി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടു പോകുന്നു. പിറ്റേ ദിവസം ബലം പ്രയോഗിച്ച് കലിമ ചൊല്ലിക്കുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. അങ്ങനെ നിർബന്ധിപ്പിച്ച് ഇസ്ലാം മതം സ്വീകരിപ്പിക്കുന്ന ഒരു ഏർപ്പാടിലേക്ക് വരുന്നു. മനസ്സിലായ? നിർബന്ധിതമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തുവാണ്. മനസ്സിലായോ? അതായത് ഇവരുടെ നിർബന്ധമായ മതപരിവർത്തനം കാരണം അത്തരം ഒരു നിയമം ഇവർ കയ്യിലെടുക്കേണ്ടി വരുന്നു. ആ പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ ഇന്ന് എന്താണോ അതിനേക്കാൾ മോശമായ ഒരു അവസ്ഥയായിരിക്കും നമ്മളും ഇനി അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ടാണ് ഇവര് ഭൂരിപക്ഷമാകുന്നതിനെ നമ്മൾ ഇത്രയധികം ഭയപ്പാടോടുകൂടി കാണുന്നത്. മനസ്സിലായോ? അതായത് ഏത് രാജ്യത്തായിരുന്നാലും ശരി ഇവര് പ്രത്യേക തണ്ടുകാരാണ്. ഇവർക്ക് അങ്ങനെ ഒരു അഹങ്കാരമുണ്ട്, ഒരു അഹംഭാവമുണ്ട് ഇവർക്ക്. ഈ അഹംഭാവം കാരണമാണ് ഈ രൂപത്തിൽ ഇവര് എവിടെ കാലു കുത്തിയാലും ശരി അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ ഇത് എന്റേതാണ്, ഇത് നമ്മുടേതാണ് എന്ന രീതിയിലേക്ക് പോകുന്നത്. ഇവരിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് എന്റെ ലൈവാണ്, ഇതെന്റെ നിങ്ങളുടെ ചാറ്റ് ബോക്സാണ്. ഇതിനകത്ത് വന്ന് തെറി വിളിക്കുന്ന ആളുകൾ ഇവരുടെ സംസ്കാരമല്ലേ ഇവര് പറയുന്നത്? അല്ലേ? ഒരു മുസ്ലിമിന്റെ സംസ്കാരം എന്തായിരിക്കണം? ഇവരൊക്കെ നമ്മളോട് ഈ രൂപത്തില് പബ്ലിക്കിൽ വന്ന് സംസാരിച്ചാൽ ഇവന്റെയൊക്കെ വീടുകളിൽ ഉമ്മമാരും പെങ്ങന്മാരും ഒറ്റയ്ക്കേ ഉള്ളെങ്കിൽ ഇവന്മാർ അവരോട് കാമഭ്രാന്തി തീർക്കില്ല എന്ന് പറയാൻ പറ്റുമോ? തുണി ഒന്ന് താഴ്ത്തി തരുമോ? ഒന്ന് കാണാനാ? ഇത്രയ്ക്കും ലൈംഗിക ദാരിദ്ര്യമുള്ള കമ്പികളായി നടക്കുകയാണോ ഇവര്? ഇതുപോലെയുള്ള ആളുകളുടെ സുന മൊത്തം വെട്ടിക്കളയാൻ പള്ളി മഹല്ല് കേന്ദ്രീകരിച്ചൊരു വിങ് തയ്യാറാകണം. ആദ്യം മഹല്ലുകാരുടേത് വെട്ടേണ്ടി വരും. കാരണം അവരിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത് തന്നെ. ഓരോ ദിവസവും അനാവശ്യങ്ങൾ പറയുന്ന എത്ര പേരെയാണ് ഞാൻ ബ്ലോക്ക് ചെയ്ത് വിടുന്നത് എന്നറിയോ? എത്ര പേരെ അനാവശ്യങ്ങൾ, ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുക, തള്ളയ്ക്ക് വിളിക്കുക, തന്തയ്ക്ക് വിളിക്കുക. സത്യം പറഞ്ഞാല് ഈ കേൾക്കുന്ന ആളുകൾ ഞാൻ പറയുന്നതല്ലേ കേൾക്കുന്നുള്ളൂ. ചാറ്റ് ബോക്സിലുണ്ട് ഇവരുടെ എല്ലാ വൃത്തികേടുകളും. ഒരു മുഹമ്മദിയൻ, കാരണം ഇവരുടെ ആലയം ഫ്രഷ് ബ്രെയിനില് ഏതാണ്ട് ബുദ്ധി ഉറയ്ക്കുന്ന കാലം മുതല് ഇവര് പഠിക്കുന്നത് മദ്രസകളിലാണ്. ആ മദ്രസ കൾച്ചർ പഠിപ്പിക്കുന്നത് ഉസ്താദുമാരാണല്ലോ.
അപ്പൊ ആ കൾച്ചർ എത്രത്തോളമാണ് ഉള്ളത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി, നമുക്ക് മനസ്സിലാകും. ആ മദ്രസ ബുദ്ധി വെച്ചിട്ട് ഇവർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും. അന്ന് പാകിസ്ഥാൻ വിഭജിച്ച് പോകുന്ന സമയത്തുണ്ടായിരുന്ന ഹിന്ദുക്കളെ ഇവരെന്തു ചെയ്തു? കൊന്നോ? മതം മാറ്റിയോ? ഇന്ന് എത്ര ശതമാനമുണ്ട് ആ പാവങ്ങൾ അവിടെ? പക്ഷേ അന്ന് ഇന്ത്യയിൽ ന്യൂനപക്ഷമായിരുന്ന മുസ്ലിങ്ങളെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം പുലിയാർ കാസിമി പറഞ്ഞത്. നമ്മള് ഭൂരിപക്ഷം ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് മനസ്സിലായ? ഇപ്പോ ജോസഫ് മാഷിന്റെ കൈവെട്ടു കേസിലെ പ്രതിയായ വ്യക്തി ജയിലിൽ കിടന്നിട്ട് വോട്ട് തേടിയപ്പോൾ ഏതൊക്കെ പാർട്ടിക്കാരുടെ വോട്ടാണ് കുറഞ്ഞു പോയത് എന്നറിയാമോ? പല സ്ഥലത്തും BJP 100% വികസനം നടത്തിയാലും ശരി, ഹിന്ദുത്വ ദേശീയതയെ എതിർക്കാൻ വേണ്ടി മാത്രം വർഗീയവാദികളായ ഒരു തരം ഇടതന്മാരും വലതന്മാരും വോട്ട് ചെയ്യുന്ന ഹിന്ദു വിരോധികളുണ്ട്. അവരാണ് ഇന്ന് ഈ തീവ്രവാദികളുടെ മുമ്പിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് വേദനാജനകമായ ഒരു വസ്തുത. അവര് തിരിച്ചറിയുന്നില്ല. ഇവര് ഭൂരിപക്ഷമായാൽ നമ്മുടെ ഗതി എന്തായിരിക്കുമെന്ന്. ഹിന്ദുക്കൾ ന്യൂനപക്ഷമായാൽ അന്ന് തീരും നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ. ഇപ്പോൾ ന്യൂനപക്ഷം എന്ന് പറയുന്നവരിലെ ഹിന്ദുക്കളോട് കൂറുള്ളവരുടെ അഭിപ്രായം ഒന്നും അന്ന് വില പോവില്ല. അപ്പോ ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടിയാണ് രാഷ്ട്രസ്നേഹികളായ ഹിന്ദുക്കളെ കൊല്ലുന്നത് എന്ന് കാര്യം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പോ ഈ BJPക്ക് കിട്ടിയ ഭൂരിപക്ഷം ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയ്ക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്താകുമെന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾ കണ്ടില്ലേ, കലാലയത്തിൽ വരെ സായുധ സമരം എന്നർത്ഥമുള്ള ഇന്തിഫാദ എന്ന പേര് അവര് നൽകിയ അർത്ഥം എന്താ? ഉയർത്തെഴുന്നേൽപ്പ്, ചെറുത്തുനിൽപ്പ്. കലാലയത്തില് കലോത്സവത്തിന് ആ പേരിടേണ്ട കാര്യം എന്താണ്? സടകുടഞ്ഞെഴുന്നേൽക്കൽ. കലാലയത്തിൽ ആ ഇന്തിഫാദ കൊടുക്കുന്നത് ആണോ? ഈ മുസ്ലിങ്ങൾക്ക് മാത്രം ഈ ചെറുത്ത് നിൽക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാ? ഇന്ത്യയിൽ എന്തിനാ ഇന്തിഫാദ? മിഡിൽ ഈസ്റ്റിൽ എന്തിനാ ഇന്തിഫാദ? ആഫ്രിക്കയിൽ എന്തിനാ ഇന്തിഫാദ? ബ്രിട്ടനിൽ എന്തിനാ ഇന്തിഫാദ? ജർമ്മനിയിൽ, ഡെൻമാർക്കിൽ, ഫ്രാൻസിൽ, അമേരിക്കയിൽ, ഇസ്രായേലിൽ. വിരലിലെണ്ണാവുന്ന കുറച്ചാളുകൾ മാത്രമുള്ള യസീദി ജനതകളോടും നിങ്ങൾ എന്തിനാണ് ഈ ചെറുത്ത് നിൽക്കുന്നത്? പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും സാമ്പിളിന് പോലും ഒരു ഇന്തിഫാദ ഇല്ലല്ലോ. എന്തേ? അഫ്ഗാനിസ്ഥാനിലും മരുന്നിന് പോലും ഒരു ഇന്തിഫാദ ഇല്ലല്ലോ. ലോകത്ത് നാനാജാതി മതസ്ഥരുണ്ടായിട്ടും ഈ മുസ്ലിം മതവിഭാഗത്തിന് മാത്രം ഈ ചെറുത്തുനിൽപ്പ് എന്തിനാണ് എന്നാണ് മനസ്സിലാകാത്തത്. ഇറാൻ ഇപ്പോ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കാണ്, നമുക്കറിയാം. പക്ഷേ മറ്റു ചില ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പോലെ 90% മുകളിൽ മുസ്ലിം ജനസംഖ്യയുള്ള ഒരു രാഷ്ട്രമല്ല. അവിടെ അധികാരം നിലനിർത്തുന്ന ഷിയ മുസ്ലിം വിഭാഗങ്ങൾ ആകെ ജനസംഖ്യയുടെ 32% മാത്രമേ ഉള്ളൂ. പിന്നെ സുന്നി മുസ്ലിം വിഭാഗം ജനസംഖ്യയുടെ 5%. പരമ്പരാഗതമായ സൂഫി വിശ്വാസികളായ മുസ്ലിം ജനത 3%-ന് മുകളിലുണ്ട്. എങ്ങനെ കൂട്ടിയാലും 50%-ന് താഴെ മാത്രമേ മുസ്ലിം മതവിശ്വാസികളായ ഇറാനിയൻ ജനത വരൂ. എന്നിട്ടും അവർക്കൊരു ഇസ്ലാമിക റിപ്പബ്ലിക് ഉണ്ടാക്കാൻ സാധിച്ചില്ലേ? ഇതാണ് സെമിറ്റിക് മതങ്ങളുടെ, പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത. അതാണ് 25%-ന് മുകളിൽ കടന്നാൽ മതരാഷ്ട്രം നിർമ്മിക്കാൻ അവർക്ക് സംഘബലം ഉണ്ടാകുന്നു. അതാണ് കേരളത്തിൽ 24 ആയിട്ടുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് വന്നത്. എതിർപ്പുകളും എതിർ ശബ്ദങ്ങളും വിമർശനങ്ങളെയും എന്ത് വില കൊടുത്തും അടിച്ചമർത്തും. ഇപ്പൊ ഈ ജസ്ന കണ്ണന്റെ ചിത്രം വരച്ചതിന്റെ പേരിൽ അതിനെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത ഉമ്മ പോലും സൈക്കോ ആണ് എന്ന് പറഞ്ഞവനെ ന്യായീകരിക്കാൻ നമ്മുടെ നാട്ടിൽ ആൾക്കാരുണ്ടാകും. അതാണ് 24%-ന്റെ പ്രത്യേകത. 25%-ൽ താഴെ വരുന്ന സമയത്ത് നിലനിൽപ്പിന് വേണ്ടിയുള്ള ഇരവാദമായിരിക്കും. ഇറാനിൽ നിരീശ്വരവാദികളുണ്ട്. ആകെ ജനസംഖ്യയുടെ 1%-ൽ താഴെയാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിലും താഴെയാണ് സുന്നി മുസ്ലിം ജനസംഖ്യയുള്ളത്.
ഒരു വിഭാഗത്തിലും താല്പര്യമില്ലാത്ത നല്ലൊരു വിഭാഗം ആളുകൾ ഇറാനിലുണ്ട്. അതിൽ കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യമുള്ള ആളുകൾ മുതൽ പല ആധുനിക ആശയങ്ങൾ പിന്തുടരുന്ന സംഘടിതരല്ലാത്ത ജനത വരെയുണ്ട്. അവരാണ് ഇറാനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിഭാഗം. മൊത്തം ജനസംഖ്യയുടെ 22% മുകളിലാണ് അവര്. ലോകം ഇത് ചിന്തിക്കുന്നുണ്ടോ? ഇറാൻ ഇസ്ലാമിക രാജ്യമാണ്. നമ്മൾ വിചാരിക്കുന്നത് 90% മുസ്ലിങ്ങളാണെന്നാണ്. നിരന്തരം മതഭരണകൂടവുമായി കലഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷം വരുന്ന ഇറാൻ ജനത. അവരിൽ എത്രയോ ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട്, അകാരണമായി മരണത്തിന് കീഴടങ്ങുന്നുണ്ട്. ഈ വാർത്തയൊക്കെ മാധ്യമങ്ങൾ വരെ മുക്കുവാണ്. മഹ്സാമിനിയുടെ കൊലപാതകം നമുക്കറിയില്ലേ? ഇറാനിൽ പൊട്ടിപ്പുറപ്പെട്ട ആഭ്യന്തര കലാപങ്ങൾ നമുക്കറിയില്ലേ? ആയിരക്കണക്കിന് ആളുകളെ ജയിലുകളിൽ കൂട്ടിയിട്ട് ഇവര് കത്തിച്ചു. എന്തിനാണ്? ഒരു കഷ്ണം തലമുടി കണ്ടുപോയി. അമേരിക്കയും യൂറോപ്പും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ തന്നെ ഇറാനെതിരെ ചിന്തിക്കുന്ന മറ്റ് രാഷ്ട്രങ്ങളും രാഷ്ട്രീയ വിഭാഗങ്ങളും ഒക്കെ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി ഇറാനെതിരെ നിന്നു. ഇറാന്റെ മാധ്യമങ്ങൾ പോലും ഇത്തരം സത്യസന്ധമായ വാർത്തകൾ പുറത്തു പറയാൻ ഭയക്കുന്നു. വാർത്തകളെ മൂടിവെക്കാനും വെള്ളപൂശാനും ശ്രമിക്കുന്നു ഖത്തർ പോലെയുള്ള മതമൗലികവാദി രാഷ്ട്രീയങ്ങളും. മൂന്നാം ലോക രാഷ്ട്രങ്ങളിലെ വർഗീയവാദി സമൂഹവും ഇത് ലോകമറിയരുത് എന്ന് ശഠിക്കുന്നു. കേരളത്തിലടക്കം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇസ്രായേൽ പലസ്തീൻ വിഷയങ്ങളിലൊക്കെ മാസങ്ങളോളം ലേഖനങ്ങൾ എഴുതിയ നമ്മുടെ നാട്ടിലെ മലയാളം പത്രമാധ്യമങ്ങളിൽ പലതും ഇറാൻ വിഷയത്തിൽ മൗനികളായി, അഫ്ഗാനിസ്ഥാൻ വിഷയത്തിൽ മൗനികളായി, അമേരിക്കയും മറ്റ് രാഷ്ട്രങ്ങളെയും ഒക്കെ പഴിചാരി ഒരു കൃത്രിമമായ ഒരു കഥ മെനയാനാണ് അവർ ശ്രമിച്ചത്. ഇറാനിലെ സംഭവങ്ങളെ സംബന്ധിച്ച് പ്രതികരിക്കാൻ അവർക്ക് സാധിച്ചില്ല. അവിടെ വോട്ട് ബാങ്ക് ഇല്ല. ഈ ഇരട്ടത്താപ്പും സ്വത്വബോധവുമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രീണന നയം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇറാനിലെ 8% പാർസി മതക്കാരുണ്ട്. ഒരു കാലത്ത് ഇറാൻ മുഴുവനും അവരായിരുന്നു. ഇസ്ലാമിന്റെ കടന്നുവരവോടെ ഈ വെട്ടുകിളികൾ വലയിൽ കയറിയതുപോലെ മറ്റു വിശ്വാസങ്ങളെ ഒക്കെ അടിച്ചമർത്തിക്കൊണ്ടാണ് പേർഷ്യ മുതൽ അഫ്ഗാനിസ്ഥാൻ വരെ എല്ലാ പ്രദേശത്തും ഇവര് സ്പ്രെഡായത്. 2% താഴെ ക്രിസ്ത്യാനികളുണ്ട്, ജൂതന്മാരും ബഹായി വിഭാഗക്കാരുമുണ്ട്. അവരൊക്കെ സർക്കാർ നിലപാടുകൾക്കെതിരാണ്, പക്ഷേ സംഘടിതരല്ല. മനുഷ്യാവകാശ പ്രവർത്തകര്, മതമൗലികവാദികൾ അതല്ലാത്ത ആളുകള് ഒരു വശത്ത് അവരൊക്കെ ശക്തമായ രൂപത്തിൽ പ്രതിഷേധിക്കുന്നുണ്ട്. തീവ്ര മതവാദികളായ ഒരു കൂട്ടം അവർക്കെതിരെയും പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട്. അത്തരം വാർത്തകളാണ് ഇറാനിലെയും ഇറാൻ അനുകൂല മാധ്യമങ്ങളിലെയും തലക്കെട്ടുകൾ തന്നെ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, പലപ്പോഴും ഇവരെ വേണ്ടുന്ന രൂപത്തിൽ നമ്മൾ പ്രതിരോധിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മൾ കൂടും കുടുക്കയും എടുത്ത് രക്ഷപ്പെടേണ്ടി വരും ഈ നാട്ടിൽ നിന്ന്. അങ്ങനെയാണ്. നമുക്കറിയാമല്ലോ, 80% ഹിന്ദുക്കൾ അധിവസിക്കുന്ന നേപ്പാളിൽ BJPയെ പോലെ ഒരു പാർട്ടിയില്ല. അതിന്റെ ആവശ്യം അവർക്കുണ്ടായിട്ടില്ല. ബിൻലാദനെ പോലെയുള്ള ആളുകളെ പ്രകീർത്തിച്ചുകൊണ്ട് കവിതകൾ എഴുതിയ നാടാണ് നമ്മുടെ നാട്. ഈ നാട്ടിൽ തന്നെയാണ് യാസർ അറഫാത്തിനെ പോലെയുള്ള ആളുകൾക്ക് പരിഗണന ലഭിക്കുന്നതും. നമ്മള് ചിന്തിക്കണം. അത് ഖാലിദ് മിഷേലിനെ പോലെ അനേകം രാജ്യങ്ങൾ ഭീകരനാണ്, രാജ്യവിരുദ്ധനാണ് എന്ന് പ്രഖ്യാപിച്ച ഉപരോധം പോലും ഏർപ്പെടുത്തിയ ഇത്തരക്കാർക്ക് കേരളത്തിൽ വൻ സ്വീകരണം ലഭിക്കുന്നു. മനസ്സിലായ? നമ്മള് മറ്റൊന്നും കൊണ്ട് പറയുന്നതല്ല. ഇതിനകത്ത് ഒരുപാട് സ്ത്രീ വിരുദ്ധതകളും ജനാധിപത്യ വിരുദ്ധതകളും മാനവിക വിരുദ്ധതകളുമുണ്ട്. അതുകൊണ്ടാണ് നമുക്കിതിനെ നിരന്തരം സംസാരിക്കേണ്ടി വരുന്നത്. മുഹമ്മദ് നബിയെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ 4 മക്കളുടെ ഉമ്മയെ കൊന്ന ചരിത്രം നമുക്കറിയില്ലേ? അസ്മാ ബിന്ത് മർവാൻ. ആ ഭീകരവാദിയെ പിന്നീട് പ്രവാചകൻ വാനോളം പൊക്കിപ്പിടിച്ചത് നമ്മൾ കണ്ടില്ലേ? അതൊക്കെ വെച്ച് നോക്കുമ്പോൾ താലിബാനിയും ISISും ഒന്നുമല്ലെന്ന് തന്നെ പറയാം.
ഒരുപാട് കിതാബുകളിൽ വളരെ വ്യക്തമായി പ്രവാചകൻ ചെയ്ത ധീരകൃത്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ഒരു ഹദീസ് കൂടി പറഞ്ഞിട്ട് നിർത്താം. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. ബുലൂഗുൽ മറാം എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തതാണ്. അന്ധനായ ഒരാൾക്ക് പ്രവാചകനെ അധിക്ഷേപിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ഒരു അടിമയുണ്ടായിരുന്നു. അയാള് വിലക്കിയെങ്കിലും അവള് നിർത്താൻ തയ്യാറായില്ല. ഒരു പെണ്ണ. അവൻ അവളെ ശാസിച്ചു. അവൾ അവളുടെ ശീലം ഉപേക്ഷിച്ചില്ല. ഒരു രാത്രി അവൾ പ്രവാചകനെ അപകീർത്തിപ്പെടുത്താനും അധിക്ഷേപിക്കാനും തുടങ്ങി. അങ്ങനെ അയാൾ ഒരു കഠാര എടുത്ത് അവളുടെ വയറ്റിൽ കുത്തിക്കൊന്നു. അവളുടെ കാലുകൾക്കിടയിലൂടെ വന്ന ഒരു കുട്ടി അവിടെ ഉണ്ടായിരുന്നു. രക്തത്തിൽ പുരണ്ടിരുന്നു. നേരം പുലർന്നപ്പോൾ പ്രവാചകനെ വിവരമറിയിച്ചു. അദ്ദേഹം ജനങ്ങളെ വിളിച്ചു കൂട്ടി പറഞ്ഞു, ഈ പ്രവൃത്തി ചെയ്ത മനുഷ്യനോട് എഴുന്നേറ്റ് നിൽക്കാൻ ഞാൻ അള്ളാഹുവിനെ കൊണ്ട് ശപഥം ചെയ്യുന്നു. ആളുകളുടെ കഴുത്തിന് മുകളിലൂടെ വിറച്ചുകൊണ്ട് ആ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം നബിയുടെ മുമ്പിലിരുന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, ഞാൻ അവളുടെ യജമാനനാണ്. അവൾ അങ്ങയെ അധിക്ഷേപിക്കുകയും നിന്ദിക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ അവളെ വിലക്കി, പക്ഷെ അവൾ നിർത്തിയില്ല. ഞാൻ അവളെ ശാസിച്ചു, പക്ഷേ അവൾ അവളുടെ ശീലം ഉപേക്ഷിച്ചില്ല. എനിക്ക് അവളിൽ നിന്ന് മുത്തുകൾ പോലെ 2 ആൺമക്കളുണ്ട്. അവൾ എൻ്റെ കൂട്ടാളിയായിരുന്നു. ഇന്നലെ രാത്രി അവൾ നിങ്ങളെ അധിക്ഷേപിക്കാനും അപമാനിക്കാനും തുടങ്ങി. അങ്ങനെ ഞാനൊരു കഠാര എടുത്ത് അവളുടെ വയറ്റിൽ അവളെ മരിക്കുന്നത് വരെ കുത്തി. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഓ സാക്ഷി, അവളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ടതില്ല. എങ്ങനെയുണ്ട്? കിതാബ് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മനസ്സിലായോ? പുസ്തകം 40 ഹദീസ് നമ്പർ 11. ഇനി റഫറൻസ് ഹദീസ് തരാം. 4361. വേറെയുമുണ്ട്. സൊഹീഹ് അൽ അൽബാനി, ഗ്രേഡ് സൊഹീഹ്, മുഹമ്മദ് മുഹിയുദ്ദീൻ അബ്ദുൽ ഹമീദ്, ഇസ്നാദ് സാഹിഹ്, അതുപോലെ സുബൈർ അലി സായി. ഇവരൊക്കെ ചേർന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അവരൊക്കെയാണ് ഈ ഗ്രന്ഥകർത്താക്കള്. ഇത് വെറുതെ പറയുന്നതല്ല. ഇതിന്റെ അറബി കോട്ട് ഉൾപ്പെടെ നാളെ ഞാൻ ഫേസ്ബുക്കിലും അതുപോലെ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും പോസ്റ്റ് ചെയ്തേക്കാം. നിങ്ങൾ അതിന്റെ റെഫറൻസ് എടുത്തോ. തെറ്റാണെങ്കിൽ നിങ്ങൾ പറയും, ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ്. ഈ മതം എത്രമാത്രം നികൃഷ്ടമാണെന്ന് നോക്കണം. അങ്ങനെ നിർബന്ധിപ്പിച്ച് ഒരു വിഷയം, ഒരു വസ്തുത ഒരാളിലേക്ക് അടിച്ചേൽപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഒരാൾ വന്നിട്ട് ഇറങ്ങിപ്പോ ചെയ്തനേന്ന്. എടാ ചെയ്താനേന്നെങ്കിലും മര്യാദയ്ക്കൊന്ന് എഴുതിപ്പോ. നിനക്കൊക്കെ നാണമാകുന്നില്ലേടാ മര്യാദയ്ക്ക് അക്ഷരം അറിയാത്തത് കൊണ്ട്? നിനക്കൊന്നും നാണമില്ലേ? ഇൻഫിനിറ്റ് ഞാൻ കണ്ടുപിടിക്കേണ്ടത് ഹദീസ്. ഇത് പോടാ ഇറക്കാടുന്നത്. കുറെ എണ്ണ എന്താണ് ഹദീസ് എന്നും അറിയില്ല, എന്താണ് ഖുർആൻ എന്നും അറിയില്ല. ഇനി വരും ഓരോന്നും. റെയ്ഹാന, നബിയുടെ നാവ്, നബിയുടെ പേരാന്നാക്കി പറഞ്ഞത് ശരിയാണ്. അങ്ങനെ പോലും പറയാൻ കൊള്ളുന്ന ആളല്ലത്. പക്ഷെ എന്നാലും ചില വസ്തുതകൾ പറയുമ്പോഴത്തേക്കിന് പറഞ്ഞല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് പറയുന്നതാ. പറയണം എന്ന് താല്പര്യമുണ്ടായിട്ടൊന്നും പറയണതല്ല. അപ്പോ ഇങ്ങനെയുള്ള പ്രവാചകനെ സംബന്ധിച്ച് ആലോചിക്കണം. നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടി ആളുകൾ മുസ്ലിം ഭൂരിപക്ഷമായാൽ അവർ ഈ ശരീഅത്ത് നിയമത്തെ നമ്മുടെ നാട്ടിലേക്ക് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും. എന്നിട്ട് നമ്മളൊക്കെ അതിനകത്ത് കിടന്ന് ചക്രശ്വാസം വലിക്കും. അതല്ലെങ്കിൽ നമ്മുടെ മക്കൾ, ഇനി വരുന്ന തലമുറ. മനസ്സിലായോ? ഒരുപാട് ആളുകൾ ലൈവിൽ നിൽപ്പുണ്ട്. ലൈവ് തുടങ്ങിയിട്ട് 1 മണിക്കൂറിലധികമായല്ലോ. നല്ല ശാരീരിക അസ്വസ്ഥതകളുമുണ്ട്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് നിർത്താം. 24% മുസ്ലിങ്ങൾ. 26 കഴിഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രം എന്ന സ്വപ്നം അവര് പൂവണിയും. കാത്തു നിൽക്കാം.
നന്ദി.